ദൈവത്തിലുള്ള യഥാർത്ഥ ജീവിതം പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. ഇന്നും നമ്മോട് സംസാരിക്കുന്ന ദൈവത്തിന്റെ വാക്കുകൾ ഇവിടെ നാം ശ്രവിക്കുന്നു. വരൂ, ദൈവത്തെ കൂടുതലായി അറിയുവാനും അവിടുന്നുമായി ഗാഠമായ ഒരു വ്യക്തിബന്ധത്തിലേക്ക് പ്രവേശിക്കുവാനും ഇതാ നിങ്ങളെ ക്ഷണിക്കുന്നു. എപ്പിസോഡ് 15. വസൂലയെ പഠിപ്പിച്ചതിനും ശുദ്ധീകരിച്ചതിനും ശേഷമുള്ള പ്രാരംഭ സന്ദേശം 20/9/1986. നിനക്ക് സമാധാനം. എനിക്ക് അങ്ങയോട് കൂടെ ആയിരിക്കുവാൻ കഴിയുമോ? നിശ്ചയമായും നീ എന്നോടുകൂടെയാണ്. ഞാനാണ് പ്രകാശം. എനിക്ക് അങ്ങയോട് ഏറ്റവും ചേർന്നിരിക്കാൻ കഴിയുമോ? നീ എന്നോട് ചേർന്ന് തന്നെയാണ്. നീ എന്നിലാണ് നിലകൊള്ളുന്നത്. ഞാനാണ് യഥാർത്ഥ പ്രകാശം. അങ്ങ് എന്നെ കാത്തുരക്ഷിക്കുമോ? ഞാൻ നിന്നെ കാത്തുരക്ഷിക്കുന്നു. എനിക്ക് അങ്ങയെ ചാരി ആശ്വസിക്കാമോ? നിനക്ക് എന്നെ ചാരി ആശ്വസിക്കാം. എന്റെ വിശ്വാസം കാത്തുരക്ഷിക്കുവാൻ എനിക്ക് അങ്ങയുടെ ശക്തി ആവശ്യമാണ്. നിനക്ക് ശക്തി നൽകപ്പെട്ടിരിക്കുന്നു. എനിക്ക് അങ്ങയുടെ സ്നേഹം ആവശ്യമാണ്. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഞാനാണ് പ്രകാശം. എല്ലാവർക്കും കാണത്തക്ക വിധം ഞാൻ പ്രകാശിക്കുന്നു. ഭയപ്പെടേണ്ട. എന്റെ പാത നേരെയുള്ളതാണ്. എന്റെ പാത നിന്നെ എന്നിലേക്ക് നയിക്കും. ഞാൻ നിന്നെ സന്ദർശിക്കുകയും നീ എന്നെ തിരിച്ചറിയുകയും ചെയ്യും. എന്തെന്നാൽ ഞാൻ സമാധാനവും സ്നേഹവും പ്രസരിപ്പിക്കുന്നു. എന്റെ അടുക്കിലേക്ക് വരിക. നിനക്കെന്നെ കാണാമോ? നിനക്കെന്നെ കേൾക്കാമോ? ഭയപ്പെടേണ്ട. ഇനിയും നീ ഇരുട്ടിൽ നിൽക്കരുത്. നിനക്ക് വീണ്ടും നടക്കത്തക്ക വിധം നിന്റെ കാലുകൾ സുഖമാക്കപ്പെട്ടിരിക്കുന്നു. ഞാൻ നിന്നെ സൗഖ്യപ്പെടുത്തിയിരിക്കുന്നതിനാൽ നിനക്ക് നിന്റെ കാഴ്ച വീണ്ടു കിട്ടിയിരിക്കുന്നു. ഞാൻ നിന്നെ സൗഖ്യമാക്കി. ഞാൻ നിന്റെ ലജ്ജ മാറ്റി. നിന്റെ പാപങ്ങൾ കഴുകിക്കളഞ്ഞിരിക്കുകയാൽ നീ നിന്റെ കാലുകൾ ഉപയോഗിച്ച് എന്റെ അടുക്കിലേക്ക് നടന്നു വരിക. നിന്റെ കണ്ണുകൾ ഉപയോഗിച്ച് എന്നെ കാണുക. നിന്റെ വിശ്വാസത്താൽ എന്നെ ദർശിക്കുക. ഞാനാണ് നിന്റെ രക്ഷകൻ. ഞാനാണ് നിന്റെ സമാധാനം. ഞാൻ യേശു നിങ്ങളെ എല്ലാവരെയും സ്നേഹിക്കുന്നു. 27/9/1986. നിനക്ക് സമാധാനം. വസൂല, നീ എന്റെ അടുക്കിലേക്ക് വരിക. ഞാനാണ് നിന്റെ രക്ഷകൻ. ഞാനാണ് നിന്റെ സമാധാനം. ഞാൻ നിങ്ങളുടെ കൂടെ ഭൂമിയിൽ ജഡത്തിൽ ജീവിച്ച ദൈവത്തിന്റെ ഏകജാതനാണ്. എന്റെ അടുക്കൽ വന്ന് നിന്റെ ശിരസ് എന്റെ മേൽ ചാരി ആശ്വസിച്ചുകൊള്ളുക. ഞാനാണ് നിന്റെ സമാശ്വാസകൻ. നിന്റെ ദുരിതാനുഭവങ്ങളിൽ ഞാൻ നിന്റെ അരികെ തന്നെയുണ്ടെന്ന് ഓർത്തുകൊള്ളുക. എന്റെ കൂടെ ഈ പ്രാർത്ഥന ഏറ്റുചൊല്ലുക. പിതാവേ, എന്നെ സഹായിക്കണമേ. നിത്യമായ ശുദ്ധജലമൊഴുകുന്ന ശാന്തിയുടെ പുൽത്തകിടിയിലേക്ക് എന്നെ നയിച്ചാലും എനിക്ക് വഴികാട്ടാനായി അവിടുന്ന് എന്റെ പ്രകാശമായിരിക്കണമേ. ഞാൻ അങ്ങയോട് ചേർന്ന് നടക്കാം. അങ്ങയുമായി സംഭാഷിക്കുവാൻ എന്നെ പ്രകാശിപ്പിക്കണമേ. സ്നേഹവാനായ പിതാവേ, അങ്ങയുടെ സമാധാനവും സ്നേഹവും അനുഭവിക്കുവാൻ അങ്ങിൽ വസിക്കണമേ. ഞാൻ അങ്ങയുടെ ചവിട്ടടികളെ പിന്തുടരാം. ഞാൻ അങ്ങിൽ വസിക്കാം. എന്നെ പ്രകാശിപ്പിക്കുകയും സ്നേഹിക്കുകയും ചെയ്യണമേ. ഇപ്പോഴും എന്നേക്കും അങ്ങ് എന്നോടുകൂടി ഉണ്ടായിരിക്കണമേ. ആമേൻ. 28/9/1986. ഇന്ന് ഞാൻ ഒരു ദർശനം കാണുന്നു. അത് ഇപ്രകാരമാണ്. ഞാൻ ഏതാണ്ട് പൂർണ്ണമായി നഷ്ടപ്പെട്ടിരിക്കുന്നു. ഒരു ചതുപ്പ് നിലത്തിൽ ഞാൻ ഏകയായി ദൈവിക ബന്ധം നഷ്ടപ്പെട്ട നിലയിൽ കാണപ്പെടുന്നു. ഉണങ്ങി വരേണ്ട വൃക്ഷങ്ങൾക്കിടയിലൂടെ ഞാൻ യേശുവിനെ കാണുന്നു. അവിടുന്ന് എന്നെ തിരയുകയായിരുന്നു. ഞാൻ ഇവിടെയുണ്ട്. ഇത് ഞാനാണ്, യേശു. ഞാൻ നിന്നെ കണ്ടെത്തിയിരിക്കുന്നു. വരിക, യഥാർത്ഥ വഴി നിന്നെ കാണിച്ചു തരുവാൻ എന്നെ അനുവദിക്കുക. എന്നെ ശ്രവിക്കുക. ഞാൻ യേശുവാണ്. ഞാനാണ് യഥാർത്ഥ വഴി. നിനക്ക് വഴി തെറ്റിയെന്ന് തോന്നുമ്പോഴൊക്കെ എന്നെ വിളിക്കുക. ഞാൻ നിന്റെ അടുക്കൽ വന്ന് നിനക്ക് വഴി കാണിച്ചു തരാം. ഞാനാണ് വഴി. 30/9/1986. മകളെ, നിനക്ക് സമാധാനം. യേശുവെ, അങ്ങയുടെ സാന്നിധ്യം അനുഭവിക്കുവാനും സന്ദേശങ്ങൾ എഴുതിയെടുക്കുവാനും ദയവായി എനിക്ക് വെളിച്ചം തന്നാലും. വസൂല, അധരം കൊണ്ട് മാത്രം എന്നെ വിളിക്കുന്നതിൽ അർത്ഥമില്ല. ഞാൻ എന്റെ തെറ്റ് മനസ്സിലാക്കി സ്നേഹമില്ലാതെയും ചോദിക്കുന്നതിന്റെ അർത്ഥം ശരിയായി ഉൾക്കൊള്ളാതെയുമാണ് ഞാൻ എന്റെ യാചന സമർപ്പിച്ചത്. അതുകൊണ്ട് ഓരോ വാക്കിന്റെയും അർത്ഥം ഉൾക്കൊണ്ടും എന്റെ ദേഹിയെ ദൈവത്തെങ്കിലേക്ക് ഉയർത്തിയും ഞാൻ എന്റെ യാചന ആവർത്തിച്ചു. ഇതുപോലെ എന്റെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് എന്നെ വിളിക്കുക. ദൈവമായ ഞാൻ എല്ലാം അനുഭവിച്ചറിയുന്നവനാണ്.
നിങ്ങൾ എന്നെ വിളിക്കുമ്പോൾ അത് സ്നേഹത്തോടെ നിങ്ങളുടെ അന്തരംഗത്തിൽ നിന്ന് ഉയരണം. എന്നോടുള്ള ആവശ്യകതാബോധത്തോടെ സ്നേഹപൂർവ്വം നിങ്ങൾ പറയുന്ന ഓരോ വാക്കും അതിന്റെ അർത്ഥം ഉൾക്കൊണ്ട് പറയുക. ദൈവമായ ഞാൻ ജീവിക്കുന്നു, എല്ലാം അനുഭവിച്ചറിയുകയും ചെയ്യുന്നു. അധരവ്യായാമം മാത്രമായ യാചനകൾ കുഴിച്ചുമൂടപ്പെട്ട നിലയിൽ സ്ഥിതി ചെയ്യും. അധരവ്യായാമം മാത്രമായ വാക്കുകൾ കുഴിമാടങ്ങളിൽ നിന്നുള്ള ശബ്ദങ്ങൾക്ക് തുല്യമാണ്. എപ്പോഴും ഓർക്കുക, ഞാൻ ജീവിക്കുന്നവനും അനുഭവിച്ചറിയുന്നവനുമാണ്. എന്റെ മക്കളെല്ലാവരും എന്നെ സന്തോഷിപ്പിക്കുന്ന വിധം പ്രവർത്തിക്കുന്നെങ്കിലെന്ന് ഞാൻ ആശിക്കുന്നു. 5-10-1986. ഞാനിപ്പോൾ ദൈവവുമായിട്ടുള്ള അനുഭവങ്ങൾ പ്രതിപാദിക്കുന്ന ഒരു പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അനേകർ ഈ പുസ്തകം ഇതിനോടകം വായിച്ചു കഴിഞ്ഞു. എന്നാൽ ഇതുപോലുള്ള വിഷയങ്ങളിൽ പണ്ഡിതർ എന്ന് അവകാശപ്പെടുന്നവർ ഈ പുസ്തകം വായിച്ചവരോടെല്ലാം പറയുന്നത് ദൈവമല്ല ഈ പുസ്തകത്തിലൂടെ സംസാരിക്കുന്നതെന്ന്. അതായത് ആത്മീയമായി വളരെ ഉന്നതി പ്രാപിച്ചവർക്ക് മാത്രമേ ഇത്തരം ദൈവിക അനുഭവങ്ങൾ ഉളവാകുവാനും മനസ്സിലാക്കുവാനും കഴിയുകയുള്ളൂ എന്ന്. ഞാനൊരു വട്ടപൂജ്യമാണെന്ന് അറിയാവുന്നതിനാലും യഥാർത്ഥ നന്മയിൽ നിന്ന് വളരെ ദൂരെയാണെന്ന് ബോധ്യമുള്ളതിനാലും ദൈവവുമായിട്ടുള്ള കൂടിക്കാഴ്ചയെല്ലാം നിർത്തുവാനും ദൈവിക സന്ദേശങ്ങൾ സ്വീകരിക്കുന്ന ദൗത്യമെല്ലാം എന്നേക്കുമായി അവസാനിപ്പിക്കുവാനും ഞാൻ തീരുമാനിച്ചു. ദൈവം വിശുദ്ധനായതുകൊണ്ട് നമ്മിൽ നിന്ന് വളരെ വിദൂരസ്ഥനാണെന്നും വിശുദ്ധർക്ക് മാത്രമേ ദൈവത്തെ സമീപിക്കുവാൻ കഴിയുകയുള്ളൂ എന്നും ഈ പണ്ഡിതർ എന്നെ ധരിപ്പിച്ചു. അതുകൊണ്ട് ഞാൻ ഈ ദൗത്യത്തിൽ നിന്നെല്ലാം പൂർണ്ണമായി വിരമിക്കുകയാണ്. അവസാനമായി ഒരിക്കൽ കൂടി മാത്രം ഇക്കഴിഞ്ഞ മാസങ്ങളിലെല്ലാം എന്നെ നിയന്ത്രിച്ച ശക്തിക്ക് എന്റെ കരങ്ങൾ വിട്ടുകൊടുക്കുന്നു. വസൂല, എന്നെ ഉപേക്ഷിക്കരുത്. വാത്സല്യമുള്ളവളെ, എന്നെ വിളിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുക. ഞാൻ എപ്പോഴും നിന്റെ അരികെയുണ്ടെന്ന് ഓർത്തുകൊള്ളുക. ദൈവമായ ഞാൻ നിന്നിൽ വസിക്കുന്നു. എന്നെ വിശ്വസിക്കുക. ഞാൻ സർവശക്തനും നിത്യനുമായ ദൈവമാണ്. ഇത് ദൈവമായിരിക്കാൻ സാധ്യതയില്ല. ഈ വിഷയങ്ങളിൽ അറിവുള്ളവർ എന്നോട് ഇപ്രകാരം പറയുന്നു: വിശുദ്ധിയിൽ ഉന്നതി പ്രാപിച്ചവരെ മാത്രം ദൈവം സന്ദർശിക്കുകയും കൃപകൾ നൽകുകയും ചെയ്യുന്നു. ഞാൻ ഈ വിധം അപ്രാപ്യനല്ല. വസൂല, ഞാൻ ആരെയും തള്ളിക്കളയുന്നില്ല. എന്റെ അടുക്കിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന എന്റെ മക്കളെ നിരുത്സാഹപ്പെടുത്തുന്നവരെ ഞാൻ കുറ്റപ്പെടുത്തുന്നു. പൂർണ്ണ വിശുദ്ധി പ്രാപിച്ചവർക്കും യോഗ്യതയുള്ളവർക്കും മാത്രമേ എന്നോടുകൂടി ആയിരിക്കുവാനും എന്നാൽ സ്വീകരിക്കപ്പെടുവാനും അർഹതയുള്ളൂ എന്ന് പഠിപ്പിക്കുന്നവർ എന്റെ സഭയെ നശിപ്പിക്കുന്നവരാണ്. എന്നെ ആരെങ്കിലും കണ്ടെത്തുമ്പോൾ അവനെ മറ്റുള്ളവർ നിരുത്സാഹപ്പെടുത്തിയാൽ അനന്തശക്തിയായ ഞാൻ അവനെ താങ്ങുകയും ബലപ്പെടുത്തുകയും ചെയ്യും. എന്തുകൊണ്ടാണ് എന്റേതെന്ന് പറയപ്പെടുന്ന പണ്ഡിതർ എന്റെ സന്ദേശങ്ങളെ അകാരണമായി വിധിക്കുകയും എന്റെ അടുക്കിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന എന്റെ മക്കളുടെ മുമ്പിൽ എല്ലാം കൊട്ടിയടച്ചുകൊണ്ട് എന്റെ മക്കളെ ആശ്വാസമില്ലാത്തവരും നിസ്സഹായരും നിരാശരും ആക്കി തീർക്കുകയും ഞാൻ നൽകാൻ ആഗ്രഹിക്കുന്ന അനുഗ്രഹങ്ങളെല്ലാം അവഗണിച്ചുകൊണ്ട് എന്റെ മക്കളെ എന്നിൽ നിന്ന് അകറ്റാൻ ശ്രമിക്കുകയും ചെയ്യുന്നത്? എന്തുകൊണ്ടാണ് ഞാൻ നൽകിയ സന്ദേശങ്ങളെല്ലാം തിരസ്കരിക്കപ്പെടുന്നത്? ഞാൻ അനന്തമായ സമ്പത്താണ്. അവസാനം നീ എന്നെ കണ്ടെത്തിയപ്പോൾ അതെനിക്ക് എത്ര വലിയ ആനന്ദം നൽകിയെന്നോ. നിനക്കെന്നോട് ഭയം തോന്നി എന്നിൽ നിന്ന് തിരിച്ചു പോകാൻ ഇടയാകത്തക്ക വിധത്തിൽ ഒരമ്മ തന്റെ കുഞ്ഞിനെ എന്ന വണ്ണം ഞാൻ നിന്നെ വളരെ കരുതലോടെ പരിചരിച്ച് എന്റെ അടുക്കൽ വരുമാറാക്കി. എന്റെ പ്രിയപ്പെട്ടവളെ, നിന്നെ പേര് ചൊല്ലി വിളിക്കുന്നതും നീയുമായി കൂടിക്കാണുന്നതും നീ എന്റെ അരികിലായിരിക്കുന്നതും എനിക്കുള്ളതെല്ലാം നീയുമായി പങ്കുവയ്ക്കുന്നതും എനിക്ക് പൂർണ്ണ സന്തോഷം നൽകി. എന്നാൽ ഇപ്പോൾ നീ പറയുന്നു, ദൈവമായി എന്നെ സമീപിക്കാൻ പ്രയാസമാണ്, പ്രത്യേകം അർഹതയുള്ളവർക്ക് മാത്രമേ എന്നെ സമീപിക്കുവാൻ കഴിയുകയുള്ളൂ എന്ന് നീ കേട്ടിരിക്കുന്നു. നീ ഈ നിലവാരത്തിന് താഴെയാകയാൽ ദൈവമായി എന്നെ വിട്ടുപിരിയാൻ നീ ആഗ്രഹിക്കുന്നുവെന്ന്. എന്നാൽ ഞാൻ ആരെയും തള്ളിക്കളയുന്നില്ല. ഏറ്റവും നികൃഷ്ടരായവർക്കും ഞാൻ എന്റെ കൃപാവരങ്ങളെ പ്രദാനം ചെയ്യുന്നു. എന്നിൽ സന്തോഷിക്കുകയും തുടർന്നും ഈ വിധത്തിൽ എന്നെ സമീപിക്കുകയും ചെയ്യുക. നിന്നെ ഞാൻ അനുഗ്രഹിക്കുന്നു. മകളെ, ഞാനാണ് നിന്നെ നയിക്കുന്നത്. നീ എന്നിൽ നിന്ന് ഭക്ഷിക്കുന്നു. വസൂല, ഇന്ന് പത്രോസ് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം ശ്രദ്ധാപൂർവം വായിക്കുക. പിന്നീട് ഞാൻ നിനക്ക് അത് വ്യാഖ്യാനിച്ചു തരാം. വിശ്വാസത്തിൽ ജീവിക്കുക. വിശ്വാസത്തിന്റെ പ്രാധാന്യത്തെപ്പറ്റി പത്രോസ് പഠിപ്പിക്കുന്നു. വിശ്വാസത്തെപ്പറ്റി അനേക കാര്യങ്ങൾ യേശു എനിക്ക് മനസ്സിലാക്കി തന്നു. പരിപൂർണ വിശ്വാസത്താൽ മലകളെ നീക്കുവാൻ കഴിയുമെന്ന് എന്നെ പഠിപ്പിച്ചു. 10-10-1986. ഞാൻ പ്രകാശമാകുന്നു. യേശുവായ ഞാൻ നിനക്ക് മുന്നറിയിപ്പ് നൽകുന്നു. തിന്മ ഒരുക്കുന്ന കെണികളിൽ ഒരിക്കലും വീണുപോകരുത്. മനസമാധാനം നഷ്ടപ്പെടുത്തുന്ന ഒരു സന്ദേശത്തിലും ഒരിക്കലും വിശ്വസിക്കരുത്.
തിന്മ വളരെ ശക്തിയായി നിന്നെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കുക. മകളെ, എന്റെ നേരത്തെയുള്ള സന്ദേശങ്ങളെ അധിക്ഷേപിക്കുന്ന ഏതൊരു സന്ദേശവും തിന്മയിൽ നിന്നുള്ളതാണ്. സാത്താൻ ഒരിക്കൽ കൂടി നിന്നെ തടയുവാനും നിരുത്സാഹപ്പെടുത്തുവാനും ശ്രമിക്കുകയാണ്. നിന്റെ രക്ഷകനായ ഞാൻ ഒരിക്കൽ കൂടി നിനക്ക് ഉറപ്പു തരുന്നു. നഷ്ടപ്പെട്ടു പോയവരെ തിരികെ എന്നിലേക്ക് നയിക്കുവാനുള്ള സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും സന്ദേശങ്ങളെല്ലാം പിതാവിൽ നിന്നും എന്നിൽ നിന്നും വരുന്നതാണ്. അതിനാൽ നിരുത്സാഹപ്പെടാതെ എന്നിൽ വിശ്വസിക്കുക. ഓർക്കുക, നിന്നിൽ അസമാധാനം ഉളവാക്കുന്ന ഒരു സന്ദേശവും വിശ്വസിക്കരുത്. ഞാൻ സമാധാനമാണ്. അതിനാൽ ആ സമാധാനമാണ് നീ അനുഭവിക്കേണ്ടത്. 16-10-1986. നിനക്ക് സമാധാനം. പ്രിയപ്പെട്ടവളെ, വിശ്രമിക്കുക. നിന്നെ ഇന്നിനിയും കൂടുതൽ ഭാരപ്പെടുത്താതിരിക്കുക. നിന്റെ പ്രയാസം എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. എനിക്ക് അങ്ങയുടെ സാന്നിധ്യം അനുഭവിക്കുവാൻ കഴിഞ്ഞു. അങ്ങയുടെ സാന്നിധ്യത്തിന് ഊന്നൽ നൽകുകയായിരുന്നില്ലേ അങ്ങ്? ഞാനാകുന്നു. നീ മനസ്സിലാക്കുന്നതിനു വേണ്ടി ഞാൻ എന്റെ സാന്നിധ്യത്തെ ഉറപ്പിക്കുകയായിരുന്നു. വസൂല, നിന്റെ ശേഷിയെപ്പറ്റി ഞാൻ തികച്ചും ബോധവാനാണ്. ഇന്ന് ഞാൻ തികച്ചും ക്ഷീണിതയാണ്. എന്നാലും വായിക്കാതിരിക്കാനും ജോലി ചെയ്യാതിരിക്കുവാനും എനിക്ക് കഴിഞ്ഞില്ല. എല്ലായിടത്തും യേശുവിന്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ എനിക്ക് കഴിഞ്ഞു. യേശു എന്നോട് എന്തോ സംസാരിക്കുവാൻ ശ്രമിക്കുകയായിരുന്നു. 22-10-1986. ദൈവമായ ഞാൻ, നീ എന്റെ അരികിൽ വരുന്നതിൽ സന്തോഷിക്കുന്നു. മകളെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. എന്നെ വിശ്വസിക്കുക. 2 മാസത്തിനുള്ളിൽ നീ എന്നെ വ്യക്തമായി കേൾക്കും. ഫലത്തിൽ വന്ന പ്രവചനം. 6 ആഴ്ചകൾക്കുള്ളിൽ എനിക്ക് ദൈവത്തെ കുറെ കൂടെ വ്യക്തമായി കേൾക്കാൻ കഴിഞ്ഞു. നിനക്കാവശ്യമായ സഹായം ഞാൻ നൽകാം. ഈ വിധം നിന്നെ നയിക്കുക എന്നതാണ് എന്റെ ലക്ഷ്യം. 2 മാസത്തിനുള്ളിൽ നീ ഗണ്യമായി പുരോഗമിക്കും. കാരണം അതെന്റെ ആഗ്രഹമാണ്. ഞാൻ നിന്റെ അധ്യാപകനാണ്. എന്റെ പ്രബോധനങ്ങൾ നിന്റെ ആന്തരിക വ്യക്തിത്വത്തെ പ്രകാശിപ്പിക്കും. വസൂല, എന്റെ അടുക്കലായിരിക്കുക. നിനക്ക് അരിഷ്ടത നേരിടുമ്പോഴൊക്കെ എന്റെ അടുക്കൽ വരിക. ഞാൻ നിന്നെ ആശ്വസിപ്പിക്കാം. എന്തെന്നാൽ നീ എന്റെ പ്രിയപ്പെട്ടവളാണ്. എന്റെ മക്കളാരും അരിഷ്ടതകളിൽ നിലകൊള്ളുന്നത് കാണുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അവർ എന്റെ അടുക്കൽ വരട്ടെ, ഞാൻ അവരെ ആശ്വസിപ്പിക്കാം. 23-10-1986. വസൂല, ഏത് വീടാണ് നിനക്ക് കൂടുതലായി വേണ്ടത്? തിരഞ്ഞെടുക്കുവാനുള്ള അവകാശം ഞാൻ നിനക്ക് നൽകുന്നു. യേശുവെ, അങ്ങ് എന്നോട് ചോദിക്കുന്നത് എന്റെ വീടാണോ അങ്ങയുടെ വീടാണോ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എന്ന അർത്ഥത്തിലാണെങ്കിൽ ഞാൻ പറയും, നിശ്ചയമായും അങ്ങയുടെ വീട്. തിരഞ്ഞെടുക്കുമ്പോൾ ഞാൻ അങ്ങയുടെ വീട് തിരഞ്ഞെടുക്കും. ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്നു. യേശു വളരെയധികം സന്തോഷവാനായി കാണപ്പെട്ടു. കുഞ്ഞെ, ഞാൻ നിന്നെ നയിക്കാം. എന്റെ കുരിശെടുത്ത് എന്നെ അനുഗമിക്കുക. ഞാൻ നിന്നെ സഹായിക്കുമെന്നുള്ളത് ഓർത്തുകൊള്ളുക. നീ എന്റെ ശിഷ്യയായിരിക്കും. എന്നെ വെളിപ്പെടുത്തുവാൻ ഞാൻ നിന്നെ സഹായിക്കും. ഞാൻ പരിശുദ്ധനാണ്. അതിനാൽ പരിശുദ്ധയായിരിക്കുക. പരിശുദ്ധിയിൽ ജീവിക്കുക. ഞാൻ നിന്നെ സഹായിക്കും. വസൂല, എനിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ നീ സന്നദ്ധയാണോ? ഒരിക്കൽ കൂടി അങ്ങ് ആരാണെന്ന് വെളിപ്പെടുത്തുക. യേശു ക്രിസ്തു. ശരി, ഞാൻ അങ്ങേക്ക് വേണ്ടി പ്രവർത്തിക്കും. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. നീ ആഗ്രഹിക്കുമ്പോൾ എന്നെ വിളിക്കുക. ദൈവത്തിനു വേണ്ടി പ്രവർത്തിക്കുക എന്നത് എന്താണെന്ന് യഥാർത്ഥത്തിൽ ഗ്രഹിക്കാതെയാണ് ഞാൻ സമ്മതിച്ചത്. ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നതിനാൽ ദൈവത്തെ പ്രീതിപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിച്ചു. എന്റെ കഴിവില്ലായ്മ ഞാൻ ശരിക്കും മനസ്സിലാക്കിയില്ല. എന്നെ കേൾക്കുക. എന്റെ നിലവിളി ശ്രദ്ധിക്കുക. ഞാൻ യേശുവാണ് ഈ ദർശനം നൽകുന്നത്. 1 മാസക്കാലം മുഴുവനും യേശു തന്റെ കുരിശിന്റെ ദർശനങ്ങൾ എനിക്ക് നൽകിക്കൊണ്ടിരുന്നു. ഞാൻ എങ്ങോട്ട് തിരിഞ്ഞു നോക്കിയാലും അവിടെയെല്ലാം വലിയ ഇരുണ്ട ചാരനിറത്തിലുള്ള ഒരു കുരിശ് എനിക്ക് കാണുമായിരുന്നു. എന്റെ കൊതുക് വലയ്ക്കുള്ളിൽ കൂടി നോക്കിയാൽ അവിടെയും ഈ കുരിശുണ്ട്. ഞാൻ ഇരിക്കുന്ന മുറിയിൽ നിന്ന് മറ്റൊരു മുറിയിലേക്ക് പോയാൽ അവിടെയും ഈ കുരിശ് കാണാം. 1 മാസത്തേക്ക് ഈ കുരിശ് എന്നെ വേട്ടയാടുന്നത് പോലെയായിരുന്നു. അതിനിടെ മറ്റൊരു ചിന്തയും എന്നിലേക്ക് കടന്നു വന്നു. ഒരുപക്ഷെ ഈ സംഭവിക്കുന്നതെല്ലാം ദൈവത്തിൽ നിന്നായിരിക്കുകയില്ല. ഒരു വേള സാത്താനിൽ നിന്നാണെങ്കിൽ ഇത്ര നിശബ്ദമായി അവൻ പെരുമാറുമോ? ഇതിനെക്കുറിച്ചെല്ലാം ആളുകൾ എന്തു പറയും? എന്തായിരിക്കും സംഭവിക്കുക? ഞാൻ പരിഹസിക്കപ്പെടുകയില്ലേ? ഞാൻ നിന്നെ വിളിക്കുകയാണ്. എന്റെ വേദന സഹിക്കുകയാണ്. ഞാൻ നിന്നെ പ്രത്യേകം പരിഗണിക്കുകയാണ്.
എന്റെ പ്രിയപ്പെട്ടവളെ, സാത്താൻ ഒരുക്കിയിരിക്കുന്ന കണികളെക്കുറിച്ച് അറിവില്ലാതെ ജീവിക്കുന്ന ചിതറിക്കപ്പെട്ട എന്റെ മക്കളെയാണ് ഞാൻ കാണുന്നത്. നിങ്ങൾ എന്നിൽ നിന്ന് വിദൂരമായി നിലകൊള്ളുന്നതിൽ എന്റെ ഹൃദയം മുറിവേൽക്കുന്നു. മകളെ, മകളെ, നീ സമാധാനമായിരിക്കുക. ഞാൻ സംശയാലുവായി. ആരാണത്? ഇത് ഞാൻ, യേശുവാണ്. എന്റെ അരികെ വസിക്കുക. വർഷങ്ങളായി ഞാൻ നിന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വസൂല, നീ എന്നെ സ്നേഹിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. യേശുവെ, ആദ്യമായിട്ട് അങ്ങ് എന്നെ എപ്പോഴാണ് വിളിച്ചത്? നീ ലെബനോനിലേക്ക് പോയ സമയത്ത് ഞാൻ നിന്റെ ഉറക്കത്തിൽ വിളിച്ചു. ഞാൻ നിന്നെ വിളിച്ച് എന്റെ അരികിലേക്ക് വലിച്ചടിപ്പിച്ചത് നീ ഓർക്കുന്നുവോ? ഉവ്വ്, ഞാൻ ഓർക്കുന്നു. ഞാൻ വളരെ ഭയപ്പെട്ടിരുന്നു. അപ്പോൾ എനിക്ക് ഏതാണ്ട് 10 വയസ്സായിരുന്നു. എന്നെ അങ്ങിലേക്ക് വലിച്ചടിപ്പിച്ച ശക്തി നിമിത്തം ഞാൻ ഭയപ്പെട്ടിരുന്നു. ഒരു കാന്തം ചെറിയൊരു കാന്തത്തെ ആകർഷിക്കുന്നത് പോലെ ഞാൻ ചെറുത്തു നിൽക്കുവാൻ നോക്കി. എന്നാൽ അങ്ങ് എന്നെ അങ്ങയിലേക്ക് വലിച്ചടിപ്പിച്ചിരുന്നു. ഞാൻ ഉണരുകയും ചെയ്തു. യേശു എന്നെ ഈ സ്വപ്നത്തെക്കുറിച്ച് ഓർമ്മിപ്പിച്ചതും എനിക്കതിന്നും ഓർമ്മിക്കാൻ കഴിയുന്നതും ഓർത്ത് ഞാൻ ആശ്ചര്യപ്പെട്ടു. 11/9/1986. നിനക്ക് സമാധാനം. ഞാൻ ഇവിടെയുണ്ട്. ഇത് ഞാൻ യേശുവാണ്. ഞാൻ നിന്റെ മുന്നിലുണ്ട്. ഞാൻ നിന്റെ ഗുരുവാണ്. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഞാൻ എന്നെ തന്നെ ബലിയർപ്പിച്ചുകൊണ്ട് തിന്മയെ കീഴടക്കി. നിദ്രയിലാകാതിരിക്കുക. എന്തെന്നാൽ ഞാൻ വളരെ വേഗം നിങ്ങളോടൊപ്പം വന്നു ചേരും. ഞാനാണ് വെളിപാടുകൾ. എനിക്ക് പല കാര്യങ്ങളും അറിയിക്കാനുണ്ട്. വസൂല, എന്റെ ക്രൂശീകരണത്തെക്കുറിച്ച് എന്നോട് ചോദിക്കുക. എന്താണ് ചോദിക്കേണ്ടത്? ക്രൂശീകരണ സമയത്തിന് മുമ്പുള്ളതോ ക്രൂശീകരണ സമയത്തെക്കുറിച്ചോ എന്താണ് ചോദിക്കേണ്ടത്? മുമ്പുള്ളത്. യേശുവിന്റെ പീഡാനുഭവത്തിന്റെ ഒരു ദർശനം യേശു എനിക്ക് നൽകി. ചാട്ട കൊണ്ടടിക്കുകയും എന്റെ മേൽ തുപ്പുകയും ചെയ്തതിനു ശേഷം അനേകം തവണ എന്റെ തലയ്ക്ക് ആഞ്ഞടിച്ചപ്പോൾ എന്റെ ബോധം മറയുന്നത് പോലെ തോന്നി. പിന്നീട് അവർ എന്റെ വയറ്റത്ത് തുഴിച്ചപ്പോൾ ശ്വാസം കിട്ടാതെയായി ഞാൻ നിലത്ത് വീഴുകയും വേദന കൊണ്ട് നിലവിളിച്ചപ്പോൾ അവരെന്നെ മാറി മാറി തൊഴിക്കുന്നതിൽ സന്തോഷം കണ്ടെത്തുകയുമാണ് ഉണ്ടായത്. എന്നെ തിരിച്ചറിയാൻ പാടില്ലാത്ത രൂപത്തിലായി. എന്റെ ശരീരം തകർന്നു. അതുപോലെ തന്നെ എന്റെ ഹൃദയവും. എന്റെ ശരീരത്തിൽ നിന്ന് വേർപെട്ട മാംസം അങ്ങിങ്ങായി തൂങ്ങിക്കിടന്നു. നടക്കുവാനുള്ള ശേഷി എന്റെ കാലുകൾക്കില്ലാതായതിനാൽ അവരുടെ ഒരാൾ എന്നെ പൊക്കിയെടുത്ത് വലിച്ചിഴച്ചു. അവരുടെ ഒരു കുപ്പായം എന്നെ ധരിപ്പിച്ചതിനു ശേഷം എന്നെ മുന്നോട്ട് വലിച്ചിഴച്ചു. തുടരെ അടിക്കുകയും മുഖത്തിടിക്കുകയും ചെയ്തതിനാൽ എന്റെ മൂക്കിന് പൊട്ടലുണ്ടായി. മകളെ, പകയോടും പരിഹാസത്തോടും കൂടി അവർ ആർത്തു വിളിക്കുകയും ഇപ്രകാരം പറയുകയും ചെയ്തു: തങ്ങളുടെ രാജാവ് ഈ നിലയിൽ കഷ്ടപ്പെടുമ്പോൾ നിന്റെ സുഹൃത്തുക്കൾ എവിടെ? എല്ലാ യൂതന്മാരും ഇവരെ പോലെ വഞ്ചകരാണോ? നോക്കൂ, ഇതാ അവരുടെ രാജാവ്. തുടർന്ന് അവരെന്നെ മുള്ളുകൊണ്ടുള്ള കിരീടം ധരിപ്പിച്ചുകൊണ്ട് നിന്നെ പ്രകീർത്തിക്കുവാനുള്ള യഹൂദന്മാരെവിടെ? നീ രാജാവാണല്ലേ. നിനക്കൊരു രാജാവിനെ പോലെ അഭിനയിക്കാമോ? കരയാതെ ചിരിക്കുക. നീ രാജാവാണല്ലേ. എന്നാൽ രാജാവിനെ പോലെ പെരുമാറുക. തുടർന്ന് എന്റെ പാദങ്ങൾ കയറുകൊണ്ട് വരിഞ്ഞു മുറുക്കി കുരിശിരിക്കുന്നിടത്തേക്ക് നടക്കുവാൻ എന്നോട് ആവശ്യപ്പെട്ടു. മകളെ, എന്റെ പാദങ്ങൾ കെട്ടപ്പെട്ടതിനാൽ എനിക്ക് നടക്കുവാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് അവരെന്നെ നിലത്തിടുകയും തലമുടിയിൽ പിടിച്ച് വലിച്ചിഴച്ചുകൊണ്ട് കുരിശിങ്കിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. എന്റെ വേദന അസഹനീയമായിരുന്നു. അടികൊണ്ട് മുറിഞ്ഞു തൂങ്ങിയ മാംസക്കഷ്ണങ്ങൾ ശരീരത്തിൽ നിന്ന് ഛേദിക്കപ്പെട്ടു. കുരിശു തോളിൽ വഹിക്കുവാൻ വേണ്ടി അവർ എന്റെ പാദങ്ങളുടെ കെട്ട് അല്പം അയക്കുകയും ഞാൻ എഴുന്നേൽക്കുവാൻ വേണ്ടി എന്നെ തൊഴിക്കുകയും ചെയ്തു. ശിരസിൽ തറച്ചിരിക്കുന്ന മുള്ളുകൊണ്ട് രക്തം മുഖത്തുകൂടി ഒഴുകി കണ്ണുകളിൽ നിറഞ്ഞതുകൊണ്ട് എനിക്ക് കുരിശ് എവിടെയാണെന്ന് കാണുവാൻ പോലും സാധിച്ചില്ല. അതിനാൽ അവർ കുരിശ് താങ്ങി എന്റെ തോളിന്മേൽ വെക്കുകയും വാതിൽക്കലേക്ക് എന്നെ ഉന്തി നീക്കുകയും ചെയ്തു. മകളെ, എത്രയേറെ ഭാരമുള്ള കുരിശാണ് ഞാൻ വഹിച്ചത്. പുറകിൽ നിന്നുള്ള അടികളേറ്റ് ഞാൻ വാതിൽ തപ്പി മുന്നോട്ട് നീങ്ങി. രക്തം പുരണ്ട് നീറിക്കൊണ്ടിരുന്ന കണ്ണുകളിലൂടെ ഞാൻ വഴി പരതി. ആരോ എന്റെ മുഖം തുടയ്ക്കുന്നതായി എനിക്ക് അനുഭവപ്പെട്ടു. ദുഃഖത്തിലാണ്ട സ്ത്രീകൾ മുന്നോട്ട് വന്ന് വിങ്ങി വീർത്തിരുന്ന എന്റെ മുഖം കഴുകി തുടച്ചു. അവരുടെ കരച്ചിലും നെടുവീർപ്പുകളും എനിക്ക് കേൾക്കാമായിരുന്നു. എനിക്കവരോട് മനസ്സിലവ് തോന്നി ഇപ്രകാരം പറഞ്ഞു: നിങ്ങൾ അനുഗ്രഹീതരായിരിക്കട്ടെ. എന്റെ രക്തം മനുഷ്യകുലത്തിന്റെ പാവങ്ങളെ മുഴുവൻ കഴുകിക്കളയും. അല്ലയോ മക്കളെ, നിങ്ങളുടെ രക്ഷയ്ക്കുള്ള നാഴിക ഇതാ വന്നു കഴിഞ്ഞിരിക്കുന്നു. ഞാൻ ഇഴഞ്ഞു മുന്നോട്ട് നീങ്ങി. പുരുഷാരം കൂടുതൽ ക്രൂദ്ധരായി. ഒരു സ്നേഹിതനെയും എനിക്ക് ചുറ്റും കാണുവാൻ കഴിഞ്ഞില്ല. എന്നെ ആശ്വസിപ്പിക്കാൻ ആരുമുണ്ടായിരുന്നില്ല.
എന്റെ വേദന വർദ്ധിക്കുകയും ഞാൻ നിലത്ത് വീഴുകയും ചെയ്തു. ക്രൂശീകരണത്തിനു മുമ്പ് ഞാൻ മരിച്ചുപോയേക്കുമെന്ന് ശങ്കിച്ച് എന്റെ കുരിശു വഹിക്കാൻ ശിമിയോൻ എന്ന ഒരാളിനോട് പടയാളികൾ ആവശ്യപ്പെട്ടു. മകളെ, ഇത് ദയയുടെയോ സഹതാപത്തിന്റെയോ പ്രവൃത്തിയായിരുന്നില്ല. പിന്നെയോ ക്രൂശീകരണം വരെ എന്റെ ജീവൻ ഉറപ്പുവരുത്തുന്നതിനുള്ള മാർഗമായിരുന്നു. ഗാഗുൽത്തായിലെത്തിയതിനു ശേഷം അവർ എന്നെ നിലത്തേക്ക് തള്ളി വീഴ്ത്തി. എന്റെ വസ്ത്രങ്ങൾ വലിച്ചൂരിയെടുത്തു. എന്നെ നഗ്നനാക്കി എല്ലാവർക്കും കാണത്തക്ക വിധം എന്നെ കിടത്തി. എന്റെ മുറിവുകൾ വീണ്ടും തുറക്കപ്പെടുകയും അവയിൽ നിന്ന് രക്തം മണ്ണിലേക്ക് വാർന്നൊഴുകുകയും ചെയ്തു. എനിക്ക് കുടിക്കുവാനായി പടയാളികൾ കയ്പ് കലർത്തിയ വീഞ്ഞു നീട്ടിത്തന്നു. എന്നാൽ എന്റെ എതിരാളികൾ നൽകിയ കയ്പ് എന്റെ ഉള്ളിൽ ആഴത്തിൽ ഉണ്ടായിരുന്നതുകൊണ്ട് ഞാനത് നിരസിച്ചു. അവർ ആദ്യം എന്റെ കരങ്ങളിൽ ആണിതറച്ച് കുരിശിനോട് എന്നെ ചേർക്കുകയും തകർന്ന എന്റെ ശരീരത്തെ ബലമായി കുരിശിൽ വിരിച്ച് എന്റെ പാദങ്ങളെ ആണികൊണ്ട് കുത്തിത്തുളയ്ക്കുകയും ചെയ്തു. മകളെ, മകളെ, എന്തുമാത്രം വേദന, പ്രാണപീഡ! എന്റെ പ്രിയപ്പെട്ടവരാൽ കൈവിടപ്പെട്ട് എന്റെ സഭ ആരുടെ മേൽ പണിയപ്പെടുമോ ആ പത്രോസിനാലും തള്ളിപ്പറയപ്പെട്ട് എന്റെ മറ്റു സ്നേഹിതരാലും ഉപേക്ഷിക്കപ്പെട്ട് സർവരാലും കൈവിടപ്പെട്ട് ഒറ്റയ്ക്ക് ശത്രുക്കളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടവനായ ഞാൻ വേദന കൊണ്ട് തിങ്ങി വിങ്ങി നിറഞ്ഞു. ഞാൻ കരഞ്ഞു. പടയാളികൾ കുരിശ് നാട്ടി നിർത്തി. എനിക്ക് വേണ്ട പോലെ കാണാൻ പോലും കഴിയുമായിരുന്നില്ലെങ്കിലും ഞാൻ ജനക്കൂട്ടത്തെ നോക്കി. ഞാൻ ലോകത്തെ ഒരു നോക്ക് നോക്കി. അക്കൂട്ടത്തിൽ ഞാൻ ഒരു സ്നേഹിതനെയും കണ്ടില്ല. എന്നെ ആശ്വസിപ്പിക്കുവാൻ ഒരുവനും ഉണ്ടായിരുന്നില്ല. എന്നെ സ്നേഹിച്ചവരാൽ കൈവിടപ്പെട്ടവനായി ഞാൻ നിലവിളിച്ചു, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, എന്നെ കൈവിട്ടതെന്തുകൊണ്ട്? എന്റെ നോട്ടം എന്റെ മാതാവിൽ പതിച്ചു. ഞങ്ങളുടെ ഹൃദയങ്ങൾ സംസാരിച്ചു, എന്റെ പ്രിയപ്പെട്ട മക്കളെ ഞാൻ നിനക്ക് മക്കളായി തരുന്നു. നീ അവരുടെ മാതാവായിരിക്കും. എല്ലാറ്റിന്റെയും സമാപ്തിയായി, രക്ഷ സമീപത്തായി. സ്വർഗം തുറന്നിരിക്കുന്നതും എല്ലാ മാലാഖമാരും എണീറ്റ് നിശബ്ദതയിൽ നിൽക്കുന്നതും ഞാൻ കണ്ടു. ഞാൻ പറഞ്ഞു, പിതാവേ, നിന്റെ കൈകളിലേക്ക് ഞാൻ എന്റെ ആത്മാവിനെ ഭരമേൽപ്പിക്കുന്നു. ഞാനിപ്പോൾ നിന്റെ കൂടെ ചേർന്നിരിക്കുന്നു. ഞാൻ യേശുക്രിസ്തു എന്റെ പീഡാനുഭവം നിനക്ക് വിവരിച്ചു തന്നിരിക്കുന്നു. വസൂല, നീ എന്റെ കുരിശ് വഹിക്കുക. എന്റെ കുരിശ് സമാധാനത്തിനും സ്നേഹത്തിനും വേണ്ടി നിലവിളിക്കുന്നു. മകളെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നതുകൊണ്ട് ഞാൻ നിനക്ക് യഥാർത്ഥ വഴി കാണിച്ചു തരും. നിങ്ങൾ കേട്ടത് ദൈവത്തിലുള്ള യഥാർത്ഥ ജീവിതം പോഡ്കാസ്റ്റ്. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കണ്ടുമുട്ടുമ്പോഴേക്കും അവിടുത്തെ കരുണാദ്ര സ്നേഹത്തിൽ ഒരു പടി കൂടെ ആഴപ്പെടാൻ ഇടവരട്ടെ.